മേടം രാശിയിലെ പ്രിയ സന്തതികളെ, ഈ നിമിഷത്തിൽ നിങ്ങളുടെ ജീവനിലേക്ക് കടന്നുവരാൻ പോകുന്ന ഒരു അദ്ഭുത വാതിൽ തുറന്നിരിക്കുന്നുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ല, പക്ഷേ നക്ഷത്രങ്ങൾ അതിനെക്കുറിച്ച് കുറെ നാൾ മുന്നേ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ജൂണിന്റെ ആദ്യ പരിപുഷ്ടിയിൽ നിങ്ങളുടെ ഭാഗ്യത്തിന്റെ കറ ഓരോ നിമിഷവും കറങ്ങിത്തിരിയുകയാണ്. അത് നിങ്ങളെ കാത്തിരിക്കുന്ന വാതിൽ തുറക്കാൻ പോകുന്ന സമയമാണിത്. മേടം രാശിയിലെ നിങ്ങൾ എത്ര കഠിനമായി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാറ്റ് ഇപ്പോൾ സാധാരണ ആളുകളാണ് കണ്ടെത്തുന്നത്. എന്നാൽ നിങ്ങൾ ഈ വിദ്യയിലൂടെ കൂടി ആദ്യത്തെ തീരായ്മയോടെ ഭാഗ്യത്തിന്റെ വാതിൽ തുറന്നേക്കാം. ഇതാണ് ഏറ്റവും പ്രധാനം. നിങ്ങൾ കേൾക്കുന്ന ഈ വാക്കുകൾ പരമകാരണമായ ഒന്നിന്റെ സന്ദേശം മാത്രമല്ല. ഇത് നിങ്ങളുടെ ആത്മാനാവിന്റെ സ്വന്തം കരഞ്ഞത് കേൾക്കുന്നതിന്റെ പോലെ നുണ ഉത്തരമായിവെന്നു അനുഭവപ്പെടാം. ജൂണിന്റെ ആരംഭത്തിൽ തന്നെ ഗുരുവിന്റെ കണ്ണ് നിങ്ങളുടെ ഉത്സാഹത്തിലേക്ക് വിതച്ചിരിക്കുന്നു. ശനിയുടെ സ്കമ്പനം തുറന്നിട്ടില്ല എങ്കിലും നിങ്ങളുടെ ഉത്സാഹത്തിന്റെ വരണീ വിദത്ത് അതിനെ ഓറ്റൊരുയി നീതി ചെയ്യുവാൻ നീനമായിക്കൊണ്ട്. ഇതൊരു സാധാരണ വാതിൽ പറവ് അല്ല, ഇത് നിങ്ങളുടെ ഭാഗ്യത്തിന്റെ ഒരു പ്രതിഫലനമാണ്. നമ്മുടെ പ്രിയ മേടം സന്തതികളെ, ഇപ്പോൾ ഒരു പോരുത്തരം കേട്ടുകൊള്ളുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ. അത് എന്താണെന്നെനിയാളുമേ, അത് നിങ്ങളുടെ സ്വപ്നത്തിന്റെ കൂളിപ്പാത്ര ഉച്ചരിയുന്ന അനൃതാണ്. ഈ വാതിൽ സത്യത്തിൽ തുറക്കാൻ ജാതകത്തിൽ എഴുതിയിട്ടുണ്ടായിവെന്ന് കണ്ടെത്തുവാൻ നിങ്ങൾ വിച്ഛേദിയായിക്കൊണ്ടിരിക്കുന്നു. ഈ മാസിന്റെ ആരംഭത്തിലെ ഈ ബിന്ദുവിൽ നിങ്ങളുടെ നിയതിയുടെ വ്യത്യസ്തമായ കണക്കുകൾ പ്രത്യക്ഷപ്പെടുവാൻ തുടങ്ങിയിട്ടുണ്ട്. മേടം രാശിയിലെ നിങ്ങൾ, ഈ മുഹൂർത്തമാണ് നിങ്ങളുടെ ആധ്യാത്മിക യാത്രയിലെ ഏറ്റവും പ്രിയപ്പെട്ട പോരുത്തരം. നിങ്ങളുടെ ഇഷ്ടദേവരുടെ പേര് കമന്റ് ചെയ്യുമ്പോൾ അത് ഒരു ഭാഗ്യവത്തായ ബന്ധനമായി നിങ്ങളുടെ ജീവനെ ബന്ധിതർക്കാട്ടെ. അത് വെറും വാക്കുകൾ മാത്രമല്ല, അത് നിങ്ങളുടെ ആത്മാവിന്റെ കാരണമായ ഒരു ചൊവ്വൻ. പ്രിയ സാക്ഷിതേ, ഈ വീഡിയോയിൽ ലൈക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രിയതര ഇഷ്ടദേവരുടെ ആശീർവാദം നിങ്ങളുടെ വിഭാഗത്തിലേക്ക് പ്രവേശിച്ചേ. കമന്റ് സെക്ഷനിൽ നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുചെയ്യുക, കാരണം അതിലൂടെ നിങ്ങളുടെ സ്പിരിച്വൽ ഊർജം വർദ്ധിച്ചേ. നിങ്ങൾക്കു ആവശ്യമായെങ്കിൽ ഭാവി കാലത്തിന്റെ സമ്പൂർണ്ണ ഹോരോസ്കോപ്പ് വായന ഗതിവിധി അഥവാ ജ്യോതി ആഭരണവിൽ കിട്ടാനാകും. നിങ്ങളുടെ കന്യ ദിവ്യതയെ സ്പർശിക്കുന്ന ജാതകത്തിന്റെ ഇതിനെതിരെ പരിശോധി വേണമെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തിന്റെ സ്ഥാനങ്ങൾ കമന്റിൽ വിവരണ വ്യക്തമാക്കുകയാകാന്തുമേ. വിവാഹ സാദൃശ്യ പരിശോധനയും നിങ്ങൾക്കാവശ്യം വന്നെങ്കിൽ അത് നിങ്ങളുടെ സമ്പൂർണ്ണ നിഗൂഢതയെ സ്പർശിക്കും. ഇതെല്ലാവും ശരിയായി വായ എന്നെന്നുമേ ഇതു ഭാവിയുടെ നിശാകരയി വഹനം ചെയ്യുന്നതാണ്. മേടം രാശിയിലെ നിങ്ങളെ ഇപ്പോൾ സ്പർശിക്കുന്ന ഗുരുവിന്റെ പ്രഭാവം തീരെ സാധാരണമായിവെന്നു കരുതരുത്. ഗുരു ധനത്തിന്റെ നിയാധികനാണ്, ജ്ഞാനത്തിന്റെ പിതാവാണ്, ഭാഗ്യത്തിന്റെ വാതിലിന്റെ ചാതകനാണ്. ഈ കാലത്ത് ഗുരുവിന്റെ കൃപാകണ്ണ് നിങ്ങൾ ഏതു നിയാനത്തിനാണ് തിരഞ്ഞെടുത്തത്, അത് സാധാരണ കണ്ണാകില്ലായിവെന്നാണ് നക്ഷത്രങ്ങൾ പറയുന്നത്. ഈ സിദ്ധി വിപ്ലവത്തിൽ നിങ്ങളുടെ വിദ്യാഭ്യാസം, നിങ്ങളുടെ ജ്ഞാനം, നിങ്ങളുടെ പ്രതിഭ ഉയരുവാൻ തുടങ്ങിയിരിക്കുന്നു. എന്നാൽ ഈ ഉയരവും സന്തതൈ എക്കൂത്ത് വിപ്ലവത്തിൽ മാത്രം സാധ്യമാകണ്ടെന്നെ നിർത്തിയാങ്കിണ്ടുന്ന തരത്തിലേക്ക് മായ്ക്കരുത്. ശനിയുടെ വലിയ പ്രാധാന്യം നിങ്ങളെ ഈ വാതിലിനെ എത്തിപ്പെടുത്തുകയാണ്. ശനി എന്നാൽ എന്താണ് അറിയാമേ? ശനി എന്നാൽ കർമ്മത്തിന്റെ പരിണാമമാണ്. നിങ്ങൾ നിറഞ്ഞ് കാർണികയെ കണ്ടെത്തുകയാണ് ഇപ്പോൾ. നിങ്ങളുടെ കഠിനപ്പെരൽ, നിങ്ങളുടെ ഈ വിളി മാർദ്ധവത, നിങ്ങളുടെ ആത്മീയ നിയാതിത്, ഇതെല്ലാ കേന് കർമ്മസ്ഥാപനത്തിന് മൂലം നിങ്ങൾ ഉയർത്തുവാൻ പോകുന്നത് ശനി കാരണം. ഇതൊരു പരിമിത വിരോധനമല്ല, ഇത് നിങ്ങൾ അർച്ചിത് കാർണിക് സ്വാനിന്റെ ആശീർവാദമാണ്. രാഹുകേതു, നിങ്ങളുടെ ജീവന്റെ രാത് എന്നെ പരിചിതമായ കാര്യങ്ങൾ സ്ഥിരമായി ആന്തോളിത് കർക്കാണ്ടെ. രാഹുവിന്റെ പ്രവർത്തനം. നിങ്ങളുടെ ജീവിതത്തിലെ ഈ അത്യന്തം പ്രധാനപ്പെട്ട നിമിഷത്തിൽ നിങ്ങൾ അറിയേണ്ട ഒരു സത്യം കൂടി ഞാൻ നിങ്ങൾക്കോ സാധാരണ പരിഹാരങ്ങൾ പറയുന്ന ആരും പറയാത്ത കാര്യം. ഈ അവസരങ്ങൾ വന്നത് കേവലം യാദൃശ്ചികമല്ല, ഇത് നിങ്ങളുടെ കർമ്മത്തിന്റെ പ്രതിഫലനം. നിങ്ങൾ നിരന്തരം കഠിനപരിശ്രമം നടത്തിയിരുന്നു, പ്രതീക്ഷകൾ നിലനിർത്തിയിരുന്നു, കർത്താവിനെ വിശ്വസിച്ചിരുന്നു. ഇപ്പോൾ ഭഗവാൻ നിങ്ങളുടെ വാതിലിൽ മുട്ടിക്കുന്നു. എങ്കിലും ഈ അനുഗ്രഹത്തെ സംരക്ഷിക്കാനും ശരിയായി ഉപയോഗിക്കാനും നിങ്ങൾക്ക് ഒരു ആത്മീയ കവച് ആവശ്യമാണ്. മേടം രാശിയിലെ പിതാമഹ ഗ്രഹത്തിന്റെ കരുണ ഇപ്പോൾ നിങ്ങളെ സംരക്ഷിക്കുകയാണ്. എന്നാൽ ശനി ദേവന്റെ കഠോരമായ നോട്ടവും നിങ്ങളുടെ സാധനകൾ പരീക്ഷിക്കുന്നുണ്ട്. ഈ ഗ്രഹങ്ങൾ ഒരേ സമയത്ത് നിങ്ങളെ പുലർത്തുകയും പരീക്ഷിക്കുകയും ചെയ്യുന്നത് നിങ്ങളെ കർമ്മത്തിലെ ഒരു നിർണായക വേദിയിലേക്ക് കൊണ്ടുവരുന്നതാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ ഭഗവാന്റെ അനുഗ്രഹത്തെ സംരക്ഷിക്കാനും വർദ്ധിപ്പിക്കാനും എന്താണ് ചെയ്യേണ്ടത്? ആദ്യത്തെ പരിഹാരം അത്യന്തം ലളിതം. നിങ്ങൾ ഈ ആദ്യ ചന്ദ്രമാസത്തിലെ ഏതെങ്കിലും ഗുരുവാരത്ത് വിഷ്ണുനാരായണ ക്ഷേത്രത്തിൽ വെളിച്ചം കാഴ്ചവെക്കുക. വെളിച്ചം കാഴ്ചവെക്കുമ്പോൾ നിങ്ങളുടെ ഉദ്ദേശ്യം നിങ്ങളുടെ ഭാവിയെ പ്രകാശമുള്ളതാക്കാനുമാണ്, നിങ്ങൾ വാങ്ങാൻ വരുന്ന അനുഗ്രഹത്തെ അർഹതകളായ മനുഷ്യരുമായി പങ്കിടാനുമാണെന്ന് ഉച്ചരിക്കുക. ഈ പ്രാർത്ഥനയ്ക്ക് അത്യന്തം ശക്തിയുണ്ട്. ഗുരുദേവൻ ഈ ഹൃദയത്തിന്റെ ആവേദനം കേൾക്കുന്നു. കേവലം ക്ഷേത്രത്തിൽ പോയി കാഴ്ചവെക്കുക എന്നതല്ലാതെ 15 നിമിഷം നിശബ്ദമായി സമ്മുഖമായി ഇരുന്നുകൊണ്ട് നിങ്ങളും ഉദ്ദേശ്യത്തെ നിങ്ങളുടെ ഹൃദയത്ത് ആവർത്തിക്കുക. വിഷ്ണു ഭഗവാൻ നിങ്ങളെ കേൾക്കും. രണ്ടാമത്തെ പരിഹാരം നിങ്ങളുടെ സാധാരണ ദിനചര്യയാണ്.
പ്രതിദിനം ഉദ്ഭവത്തിൽ നിങ്ങൾ എഴുന്നേറ്റ് തൊട്ടടുത്ത് കിഴക്കുദിശയിലേക്ക് നോക്കുക. സൂര്യനെ സ്തുതിച്ചുകൊണ്ട്, നിങ്ങളുടെ പ്രകാശം എന്റെ പാതയെ പ്രകാശിതമാക്കണം, എന്റെ സാധനകൾ എന്റെ അർഹതാപരിമിതിയിൽ വളരണം, എന്റെ ശ്രമത്തെ ഭഗവാൻ അനുഗ്രഹിക്കണം എന്ന് ചിന്തിക്കുക. ഈ പ്രാർത്ഥന 15 ദിനത്തെ പരിഹാരം. ഇത് നിങ്ങളുടെ മനസ്സിനെ ശുദ്ധീകരിക്കും, നിങ്ങളുടെ കർമ്മത്തെ നിയുക്തവുമാക്കും. എന്നാൽ പരിഹാരത്തിൽ സാധാരണ ജനങ്ങൾ ഒരു കാര്യം ഭൂലോകം ചെയ്യും. നിങ്ങൾ പരിഹാരം പറയുന്നത് സാധാരണഗതിയിൽ നിങ്ങളുടെ ഹൃദയത്ത് കുതിരയായി ദ്വേഷം അല്ലെങ്കിൽ സംശയം നിലനിർത്തിയോ. ഇത് അങ്ങനെയാണെങ്കിൽ പരിഹാരം പരാജയപ്പെടും. കാരണം ഭഗവാൻ നിങ്ങളുടെ പ്രാർത്ഥനയല്ലാതെ നിങ്ങളുടെ അഹങ്കാരത്തെ കേൾക്കുന്നു. അതിനാൽ ഈ ഗ്രഹങ്ങൾ നിങ്ങളെ പരിശോധിക്കുന്ന വേള നിങ്ങൾ ഭയം കൂടാതെ, സന്ദേഹം കൂടാതെ വിശ്വാസത്തോടെ നീങ്ങുക. സംശയം ഒരു ജന്യാതകരമായ വിഷമാണ്. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയെ സാധാരണ വാക്കുകളാക്കി മാറ്റിയിടും. ഈ സമയത്ത് നിങ്ങൾ എന്തിന് പരിഹാരം ആവശ്യപ്പെടുന്നുവോ അതിന്റെ കാരണം ആഴത്തിൽ ചിന്തിക്കുക. നിങ്ങൾ സാമ്പത്തിക സഫലത വേണ്ടിയാണോ ശ്രമിക്കുന്നത്? അതോ നിങ്ങളുടെ കുടുംബത്തെ സുരക്ഷിത കാണാനാണോ? നിങ്ങളുടെ യഥാർത്ഥ ഉദ്ദേശ്യം എന്താണെന്നറിയുന്നത് പരിഹാരത്തെ അനന്തം ശക്തിശാലിയാക്കും. കാരണം ഗ്രഹങ്ങൾ നിങ്ങളുടെ സത്യ ഉദ്ദേശ്യത്തോട് പ്രതികരിക്കും. ഈ കാലത്ത് നിങ്ങൾ ഏതിഹ്യം എന്നറിയപ്പെടുന്ന അതിരുകൾ തിരിച്ചുവിളിക്കുന്ന ഒരു പരിഹാരവും അനുഷ്ഠിക്കുമെന്ന് ഞാൻ ഉപദേശിക്കുന്നു. ഈ പരിഹാരത്ത് അങ്ങേയറ്റം സരളം. നിങ്ങൾ സാധാരണ തെലുങ്ക് അല്ലെങ്കിൽ സംസ്കൃത ഗ്രന്ഥത്തിലെ ഒരു ശ്ലോകം പാരുന്നില്ല വേണ്ട. നിങ്ങളുടെ ഭാഷയിൽ, നിങ്ങളുടെ കയ്യൊപ്പിൽ ഗുരുസ്വാമിയോട് പ്രാർത്ഥന ചെയ്യുന്നത് തന്നെ ഭഗവാൻ കേൾക്കുന്നുണ്ട്. നിങ്ങൾ മഹാനായ പാരായണ വാസന കഴിപ്പിക്കാൻ ആവശ്യമില്ല. നിങ്ങൾ ഏറ്റവും സാധാരണ പ്രാർത്ഥനയുടെ പരിപൂർണത ആണ് ആവശ്യം. അത് ഭഗവാൻ എത്ര ആഴത്തിൽ ശ്രവിക്കുന്നുവെന്നതാണ് പ്രാധാന്യം. ഈ കാലയളവിൽ നിങ്ങൾ ശരീരത്തിലെ ഒരു പരിവർത്തനവും ശ്രദ്ധിച്ചു കാണിക്കുന്നു. ഉദാഹരണമായി, അനാവശ്യ ചിന്താതരംഗങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നതോ ഭയങ്ങൾ അനുഭവപ്പെടുന്നതോ സാമ്പത്തികമായ സ്വാശ്രയത വരുന്നതോ ഉണ്ടെങ്കിൽ അത് കർമ്മ പരിമാർജന പ്രക്രിയ ആണ്. ഇതാണ് ഗ്രഹങ്ങൾ നിങ്ങളെ ശുദ്ധീകരിക്കുന്നത്. അതിനാൽ ഈ ചിന്താതരംഗങ്ങൾ നിങ്ങളെ ഭ്രമിപ്പിക്കാതിരിക്കുക. കൂടുതൽ പറഞ്ഞാൽ, നിങ്ങൾ ഈ ചിന്തകളെ നിങ്ങളുടെ നിയന്ത്രണത്തിൽ ചെലുത്തിക്കാൻ ശ്രമിക്കുക. ഓരോ പ്രതിരോധവും സുഖമുറവികയാണ്, അല്ലാതെ നിങ്ങളുടെ ഹൃദയത്തിലെ പ്രണയത്തിന്റെ ഗതി തിരിയാൻ പോകുന്നു. ഈ കാലഘട്ടത്തിൽ മേടം രാശിയിലെ പ്രിയപ്പെട്ടവരെ, ഗുരുദേവൻ നിങ്ങളുടെ പ്രേമത്തിന്റെ വാതിലിൽ കടിയാണ് കൊടുക്കുന്നത്. ജൂണിലെ ഈ നിമിഷങ്ങൾ നിങ്ങളുടെ ബന്ധങ്ങളിൽ ഒരു നിശ്ചയതയും ഒരു വ്യക്തതയും കൊണ്ടുവരാൻ പോകുന്നു. നിങ്ങളുടെ ജന്മരാശിയിലെ ശുക്രൻ ഇപ്പോൾ ബുദ്ധിമത്തയുടെ രാശിയിലെ യാത്ര പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതിനർത്ഥം നിങ്ങളുടെ പ്രേമജീവനത്തിൽ സ്ഫടികതയായ ചന്തകൾ പ്രവേശിക്കാൻ പോകുന്നു എന്നതാണ്. വർഷങ്ങളായി നിങ്ങൾ മനസ്സിൽ വച്ചിരുന്ന സംശയങ്ങൾ, അനിശ്ചയങ്ങൾ, അവ ഇപ്പോൾ പരിഹരിക്കപ്പെടാൻ ശ്രമിക്കും. ഈ സമയം ഒരു സംഭാഷണത്തിന്റെ സമയമാണ്. വാക്കുകളുടെ സാമർത്ഥ്യം വെളിപ്പെടാൻ പോകുന്നു. കൂടെയുണ്ടായിരുന്ന ഹൃദയത്തിന് ഈ നാളുകളിൽ പെട്ടെന്ന് ഒരു സാത്വികത അനുഭവപ്പെടാൻ പോകുന്നു. പ്രണയത്തിന്റെ പാതിലെ തടയുന്നത് നിർബാധകളെ വിട്ടുകളയാൻ കഴിയും. ചിലരുടെ കാര്യത്തിൽ ഇത് ഒരു പ്രണയത്തിന്റെ ആരംഭമായി വരാം. അപ്പോൾ ചിലർ ഈ സത്ത് ഒരു പ്രണയത്തിന്റെ പൂർണ്ണതയെ അനുഭവിക്കാൻ പോകുന്നു. വിവാഹ പങ്കാളികൾ, നിങ്ങളുടെ ദാമ്പത്യ ജീവനിൽ ഒരു പുനരുജ്ജീവനത്തിന്റെ സാധ്യത നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നു. ശനി രാശിയിലെ യാത്ര അതിനിടെ നിങ്ങളുടെ കുടുംബത്തിന്റെ ഭാഗത്ത് ഒരു മാനസിക പരിവർത്തനം ഉണ്ടാക്കാൻ പോകുന്നു. നിങ്ങളുടെ സ്ഥിരതയ്ക്കെതിരായ പരീക്ഷയെ നേരിടാൻ ഓരോരുത്തരും തയ്യാറായിരിക്കണം. പക്ഷേ ഈ പരീക്ഷ ഇതര സത്യത്തെ പഠിപ്പിക്കാൻ വരുന്നു. കുടുംബത്തിലെ പുരാതനമായ ക്ഷതങ്ങൾ, മനോമലിനതകൾ, അവ ഉപേക്ഷിക്കാനുള്ള സമയമാണ് ഇത്. പരിപൂർണ ബന്ധത്തിനുവേണ്ടി കർണീയ കൃത്യങ്ങൾ പൂർത്തിയാക്കേണ്ടി വരാം. ജൂണിലെ ആദ്യ സമയത്ത് നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ പ്രിയതമ സ്ത്രീ നിങ്ങളുടെ നിരാപത്തയ്ക്കായി ഒരു അപൂർവ പരിപ്രേക്ഷ്യം കൊടുത്തേക്കാം. അഥവാ തന്റെ സ്വതന്ത്ര അഭിപ്രായങ്ങൾ പ്രകാശിതമാക്കാൻ ശ്രമിക്കാം. ഇത് നിങ്ങളെ കുറച്ച് ശിക്ഷണത്തോടെ സ്വീകരിക്കേണ്ടി വരാം. എന്നാൽ അതിന് അപ്പുറത്ത് ഒരു ആഴമായ സ്നേഹ, ഒരു പരിപൂർണ ബോധലുകയായി കണ്ണും നെഞ്ചും തുറന്നു കൊടുക്കാൻ ഹൃദയങ്ങൾ പ്രയത്നിക്കാൻ പോകുന്നു. വിവാഹത്തിനെതിരായ വേദന, പ്രണയത്തിന്റെ കോണ്ടിയിലെ ദ്വന്ദ്വ സംഘർഷങ്ങൾ, അവ ഈ സമയത്ത് പരിഹരിക്കപ്പെടാൻ പോകുന്നു. പരിപൂർണത സാധ്യമാണ്. ഭയം പോകും, സ്ഥിരത വരും, വിശ്വാസ്യത പ്രകാശിതമാകും, പരസ്പരം മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങളിൽ ഉണ്ടാകും. ഏകാന്തതയിൽ കിടക്കുന്ന മേടം രാശിയിലെ സിംഗിൾ വ്യക്തികൾ, നിങ്ങൾക്കോ ഈ സമയത്ത് ഒരു അപ്രതീക്ഷിത വാണിജ്യം സാധ്യമാണ്. ഒരു ചെറിയ സിദ്ധാന്തമായി കണ്ട വ്യക്തി കാലാൾ പാൽ വിതരണത്തെയും കൊണ്ടുവരാം. പരിചയജനങ്ങളായിരിക്കും, ആരോ വളരെ സ്വാഭാവികമായ വരുന്നവർ. ഈ സമയത്തിൽ ആരായായിരുന്ന അവർ അചിരേണ പ്രണയത്തിലെ വരദാനങ്ങൾ അർത്ഥാത്മകമായ സ്ഥിതിയിൽ കൊണ്ടുവരാം. നിങ്ങളുടെ നട്ടസ്ഥാനമായ ചന്ദ്രൻ ഗ്രഹത്തിൽ ഒരു നിരപേക്ഷ നിരീക്ഷകനായി കാണപ്പെടുന്നു. ഇതിനർത്ഥം ആന്തരിക കലുഷിത സങ്കടങ്ങൾ പൊന്തിവരുന്നതാണ്. കെന്നോറ്റിലെ യന്ത്രാംഗങ്ങൾ ഏറ്റെടുത്ത് ഭാവുകത്വത്തിന്റെ അതിരാത്സരണ വഴികൾ നോക്കിത്തിരിക്കാം. ഈ നാളുകളിൽ ഒരു ചെറിയ സാകാര ചിന്ത ഉണ്ടാകാം. എന്നാൽ അത് പരിണിത ജന്ലുകരണത്തിന്റെ അങ്കോലം നൽകും. തെളിവുകൾ കാണപ്പെടാൻ ആരംഭിക്കും. നിങ്ങളുടെ സഹോദരി, സഹോദരൻ, കൗസിൻ കുഞ്ഞുങ്ങൾ, അവരെയും ഈ രാശികൃത പരിവർത്തനം സ്പർശിക്കാൻ പോകുന്നു.
കുടുംബത്തിനിടയിലുള്ള സ്നേഹത്തിന്റെ പ്രകാശം വർദ്ധിക്കാം. മാതൃപിതൃ സ്നേഹ അതിരുദ്ധനായി കറിയാം. അമ്മയെപ്പറ്റിയോ അച്ഛനെപ്പറ്റിയോ ഒരു ചെറിയ ചാറ്റിയായി തോന്നിയ കാര്യം ഇപ്പോൾ അത് നിങ്ങൾ ഭിന്ന നയകോണായി കാണാൻ ആരംഭിക്കാം. പരിപൂർണ സ്നേഹ വെളിപ്പെടും. സ്ത്രീദമ്പതികളിൽ കുറച്ചുപേർ തങ്ങളുടെ വിവാഹിത വീടിൽ തിരിച്ചേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കാം. മറ്റു ചിലരാകട്ടെ ഇത്തരം സ്വപ്നങ്ങൾ പൂർണിതമായ നേരെ തിരിച്ചെത്തുവാനാഗ്രഹിക്കാം. നിങ്ങളുടെ മാനസിക ഭാരവാഹകതയെ സാധുവായ സ്ഥാനത്ത് അർത്ഥാത്മകമായ സ്ഥിതിയിൽ നിർവഹിക്കാൻ കഴിയും. ജനനാ കോൺ അനുസരിച്ച് ജൂണിലെ വർണ്ണിപ്പോതാപി ഭാര്യയെയോ ഭർത്താവിനെയോ ഒരു ചെറിയ അസന്തുഷ്ടിയായി മുറിവ് കാണാം. എന്നാൽ ഈ വലിയ അസന്തുഷ്ടി പരിഹരിക്കാൻ അപരിഹാര്യ കർമ്മം കരണീയമായി തീരും. രോഗിയെ സേവിച്ചിരുന്നുപോലെ ഭാര്യയെ സേവിക്കാൻ അവകാശി സന്ധാനത്തിൽ വരും. ഭർത്താവിന്റെ മാനം സ്ത്രീയുടെ മാനം ദോനും നേരായി കാണും.